അതെ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 22-23 വർഷമായി. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. ഈ കേസ് നിയമപരമായിട്ടുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. അതെ, വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ജാമ്യത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കോടതി പിന്നീട് തീരുമാനിക്കട്ടെ. ഇപ്പം ഞങ്ങൾ മാനസികമായിട്ട് ഞങ്ങൾ വളരെയധികം തളർന്നിരിക്കുകയാണ്. ഞങ്ങളെ വീണ്ടും വീണ്ടും തളർത്തരുത് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. കുട്ടികളുടെ ഹൃദയം കൊണ്ട് സംഭാഷണം നടത്തുന്ന ആൾ, സ്വന്തം ജീവിതാനുഭവം വെച്ച് യുവാക്കൾക്കിടയിലും സമൂഹ മാധ്യമങ്ങളിലും പ്രിയങ്കരനായ പ്രഭാഷകൻ, ലഹരിക്കടിമപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കൊതിക്കുന്ന മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ച മനുഷ്യസ്നേഹി, മുൻ പോലീസ് ഉദ്യോഗസ്ഥനും മോട്ടിവേഷൻ സ്പീക്കറുമായ ഫിലിപ്പ് മമ്പാടിനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടത് ഇത്തരത്തിലുള്ള വാർത്തകളാണ്. ഇതെല്ലാം മാറി മറിഞ്ഞത് ഒരു ദിവസം കൊണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ സമൂഹ മാധ്യമങ്ങൾ മുൻകൂർ ഒരു വിചാരണയോടുകൂടി അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് മുദ്ര കുത്തുന്നതാണ് നമ്മൾ കണ്ടത്. അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഒരാളും പോയിക്കൂടാ എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം അദ്ദേഹം ഇതുവരെ ചെയ്ത നന്മകളൊന്നും തന്നെ നമ്മൾ മറന്നുകൂടാൻ പാടില്ലാത്തതാണ്. അദ്ദേഹം അത്തരത്തിലുള്ള ഒരു കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കോടതിയുടെ മേശപ്പുറത്താണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും കോടതി എന്നാണോ അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് പറയുന്നത് അന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ മേൽ കുറ്റം ആരോപിക്കാം. തീർച്ചയായിട്ടും ഇപ്പോൾ അദ്ദേഹം ഒരു കുറ്റാരോപിതൻ മാത്രമാണ്. അതിനു മുന്നേ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അതുപോലെ തന്നെ മകളെയും കുടുംബത്തെയും എല്ലാം ഈ ഒരു കാര്യത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചയച്ചത് വളരെ മോശകരമായ ഒരു പരിപാടിയായിപ്പോയി എന്ന് മാത്രമേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അത്തരത്തിൽ അവസാനം ഗതികെട്ടിട്ട് അവരുടെ ഭാര്യയുടെ വോയിസുകൾ എടുത്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടുകൊണ്ട് പേക്കൂത്ത് നടത്തുന്ന ഒരുപാട് യൂട്യൂബേഴ്സിനെ കാണാൻ വേണ്ടി സാധിച്ചു. വളരെ സങ്കടമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലഹരിക്കടിമപ്പെട്ട് ഒരുപാട് യുവാക്കളെ സ്വന്തം ജീവിതത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിൽ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന ഇദ്ദേഹം വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഒരുപാട് കുടുംബങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ച് കൈപിടിച്ച് കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിച്ച കഴിഞ്ഞ ഒരാൾ തന്നെയാണ് ഫിലിപ്പ് മമ്പാട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമൂഹ മാധ്യമങ്ങളിൽ വളരെ മോശകരമായ വാർത്തകൾ പടച്ചുവിടുന്നത് നമ്മൾ കണ്ടു. അവസാനമായിട്ട് അവരുടെ ഭാര്യയും മകളും ഇതിനെതിരെ വന്ന് പ്രതികരിക്കേണ്ട ഒരവസ്ഥയും വന്നു. അവർ ഫിലിപ്പ് മമ്പാടിനൊപ്പമല്ല എന്ന് വരെ വാർത്ത വരുന്ന ഒരവസ്ഥയുണ്ടായി. എന്നാൽ അവസാനമായിട്ട് അവർക്ക് എന്താണ് നമ്മോട് പറയാനുള്ളത്, നമുക്കത് കേൾക്കാം. വിരുദ്ധ പ്രചാരകനും മോട്ടിവേറ്ററുമായ മുൻ പോലീസുകാരൻ ഫിലിപ്പ് മമ്പാടിന്റെ അറസ്റ്റിനെ തുടർന്ന് വലിയ പ്രചാരണങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങൾ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബം കൂടെയില്ല, അദ്ദേഹം ഒറ്റയ്ക്കാണ്, അത്തരത്തിൽ പലവിധ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബമാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇസ എന്ന ഡോളി, മകൾ അമേയ, ഒപ്പം അദ്ദേഹത്തിന്റെ അഭിഭാഷകനും നമ്മുടെ കൂടെയുണ്ട്. വലിയ പ്രചാരണങ്ങളാണല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിൽ. കുടുംബം കൂടെയുണ്ട് എന്ന് തന്നെ ഒരു വലിയ സന്ദേശമാണോ നൽകുന്നത്? അതെ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 22-23 വർഷമായി. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. ഈ കേസ് നിയമപരമായിട്ടുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. അതെ, വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ജാമ്യത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കോടതി പിന്നീട് തീരുമാനിക്കട്ടെ. ഇപ്പം ഞങ്ങൾ മാനസികമായിട്ട് ഞങ്ങൾ വളരെയധികം തളർന്നിരിക്കുകയാണ്. ഞങ്ങളെ വീണ്ടും വീണ്ടും തളർത്തരുത് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. നമ്മളിപ്പോൾ നിയമപരമായിട്ട് ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ട് നാസർ വക്കീലിനെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വം പറയുന്നത് നമുക്ക് നിരപരാധിത്വം തെളിയിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിന് അപ്പുറം കൂടുതലൊന്നും നമുക്ക് ഇനിയിപ്പോൾ പറയാനില്ല. കുടുംബം കൂടെയുണ്ട്, കുടുംബം പപ്പയുടെ കൂടെയാണ്. ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. യാതൊരു പ്രശ്നങ്ങളും പപ്പയ്ക്കില്ല. മറ്റ് പ്രചാരണങ്ങൾ പറയുന്നവരെ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. സത്യാവസ്ഥ എന്നാൽ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്കെന്ന് പറയുന്നത് കോടതിയുടെ മുമ്പിൽ തെളിയിക്കുക മാത്രമേ നമ്മളുടെ ഉത്തരവാദിത്തമേ ഉള്ളൂ. ഇപ്പോൾ അതിപ്പോൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പല പ്രചാരണങ്ങളും നടക്കുന്നത് താങ്കൾ ഫിലിപ്പ് സാറിന്റെ കൂടെയല്ല, വേറെയാണ് താമസിക്കുന്നത്, വീട്ടിലാരുമില്ല, അത്തരത്തിലുള്ള പ്രചാരണങ്ങളാണ്. എനിക്കൊരു ബിസിനസ് ഉണ്ട്, അതിൻ്റെ കാര്യത്തിന് ഞാൻ പോയിട്ട് ഞാൻ തിരിച്ചു വരാറുണ്ട്. അവിടെ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ നിൽക്കും. അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. പിന്നെ എല്ലാവരും പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ, എല്ലാ വീട്ടിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട്. അതിപ്പോൾ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലും കാണും. അത് സ്വാഭാവികമല്ലേ. കുടുംബത്തിൽ പ്രശ്നങ്ങളിൽ കുടുംബം ഇല്ല, അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. ഈ കേസ് ആസൂത്രിതമാണ് അങ്ങനെ എന്തെങ്കിലും കരുതുന്നുണ്ടോ പരാതിയെ കുറിച്ച്? അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കേസ് നടക്കട്ടെ. അപ്പോൾ നിങ്ങൾ കേട്ടു കാണും, ഫിലിപ്പ് മമ്പാടിൻ്റെ ഭാര്യ തന്നെ പറയുകയാണ് അവർ തന്നെയാണ് വക്കീലിനെ ഏർപ്പാടാക്കിയത്. പിന്നെ ഏതെല്ലാം ഫാമിലിയിലാണ് പ്രശ്നങ്ങളില്ലാത്തത്? എല്ലാ ഫാമിലിയിലും പ്രശ്നങ്ങളുണ്ട്.
ഫാമിലിയായിട്ട് ജീവിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത്തരം പ്രശ്നങ്ങളും അങ്ങോട്ടുമുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും ഒന്നുമില്ല എങ്കിൽ ജീവിതത്തിന് ഒരു സുഖവും ഉണ്ടാവുകയില്ല. അത്തരത്തിൽപ്പെട്ട ഒരു കുടുംബം തന്നെയാണ് ഫിലിപ്പ് മമ്പാടിൻ്റെയും. അവരുടെ ഭാര്യയും ഭർത്താക്കളും ചില അസ്വാരസ്യങ്ങളും ചില പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നുള്ളതല്ല. അവർ കുറച്ച് ദൂരത്താണ് വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അവിടെ പോയിട്ട് താമസിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ചില ഇടവേളകളിൽ മാത്രമാണ് അവർക്ക് വീട്ടിൽ വരാനും ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാനും സാധിക്കാറുള്ളത്. ആ സമയത്തെല്ലാം ഫിലിപ്പ് മമ്പാട് തീർച്ചയായിട്ടും ഒറ്റയ്ക്കാണ് അവിടെ താമസിച്ചിട്ടുള്ളത്. ആ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് വിതുമ്പി കരയേണ്ട ഒരവസ്ഥ അവരുടെ ഭാര്യയ്ക്ക് വരുത്തി വെക്കുന്നത് നമ്മുടെ സമൂഹ മാധ്യമങ്ങളാണ്. കാരണം ഇത്രയും കാലം അവർ നമുക്ക് ചെയ്ത നന്മകളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് സീറോ ആയി മാറി എന്നുള്ളതാണ്. അദ്ദേഹം കുറ്റം ആരോപിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് കുറ്റം തെളിയുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യാനും അതുപോലെ തന്നെ ആക്രമിക്കാനും എല്ലാം മുതിരാം. അതിന് മുന്നേ തന്നെ അദ്ദേഹത്തിനെ വിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെ മോശകരമായ ഒരുപാട് വാർത്തകൾ കൊടുക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കും ഒരു കുടുംബമുണ്ട്, അദ്ദേഹത്തിനും ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തെ നിങ്ങൾ ഒരിക്കലും നശിപ്പിക്കാൻ വേണ്ടി പാടില്ല. അതാണ് അവസാനമായിട്ട് അവർ നമ്മുടെ മുന്നിൽ വന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവർക്ക് കഴിയുന്നത് എന്താണ്? ഇപ്പോൾ തീർച്ചയായിട്ടും കേസ് കോടതിയുടെ മേശപ്പുറത്ത് കിടക്കുകയാണ്. അദ്ദേഹം റിമാൻഡിലാണ്. ഇനി അദ്ദേഹത്തിനെ ജാമ്യത്തിലിറക്കാൻ വേണ്ടി കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക എന്ന് മാത്രമേ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയാലും മകളായാലും കുടുംബക്കാരായാലും ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത് തന്നെയാണ് അവരുടെ കുടുംബവും ചെയ്തത്. അല്ലാതെ കുടുംബം ഇതിനെതിരെ അവരെ ഒഴിവാക്കിയെന്നും കുടുംബം ഇതിനെതിരെ ഒന്നും ചെയ്തില്ല എന്നൊക്കെ മറ്റുള്ള വാർത്തകളൊക്കെ അടിസ്ഥാനരഹിതമാണ്. 100% നമ്മുടെ ഫിലിപ്പ് മമ്പാടിനൊപ്പം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പത്നിയും അതുപോലെ തന്നെ മകളും. ഇനി ഈ കേസിനെ കുറിച്ചിട്ട് മമ്പാടിൻ്റെ വക്കീലിന് എന്താണ് പറയാൻ, നമുക്കതുകൂടി കേൾക്കാം. പ്രധാനമായിട്ടും എനിക്കും ഈ കുടുംബം കൂടെയില്ല എന്നുള്ള വ്യാപകമായ പ്രചരണം കാണുന്നു. അത് തെറ്റാണെന്നുള്ളതാണ് എനിക്കും ബോധ്യപ്പെട്ടിട്ടുള്ളത്. കാരണം നമുക്ക് ഈ കേസിൻ്റെ തുടക്കം തൊട്ട് ഇതിൻ്റെ നിയമപരമായ എല്ലാ കാര്യങ്ങൾക്കും ജാമ്യാപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുടുംബം, പ്രത്യേകിച്ച് ഭാര്യയും മക്കളും തന്നെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളതും. ബാക്കി തുടർന്നുള്ള കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും കുടുംബമാണ്. അപ്പോൾ അവർ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രതിയുടെ ആരോപിക്കപ്പെടുന്ന കുറ്റം അത് നിരപരാധിത്വം കോടതി മുമ്പാകെ തെളിയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി എന്നിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിയമപരമായി നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ എത്രയും പെട്ടെന്ന് ജാമ്യത്തിൽ ഇറക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേസിന്റെ സ്ഥിതി എങ്ങനെയാണെന്ന് കേസിന്റെ കൂടുതൽ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം എന്നുള്ള രൂപത്തിൽ, ഒരു അഭിഭാഷകൻ എന്നുള്ള രൂപത്തിൽ എനിക്ക് അതിൻ്റെ മെറിറ്റിലേക്ക് കടക്കാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും ഇവരുടെ കുടുംബമൊക്കെ പറയുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ തെളിയിക്കാൻ അതിൻ്റെ മാക്സിമം പരമാവധി നമ്മൾ ശ്രമിക്കും. കേസിനെ മെറിറ്റിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ഒരു സാധ്യതയുമില്ല എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം ഒരു വക്കീലാണ്, നിയമ സംവിധാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ആത്യന്തികമായിട്ട് അദ്ദേഹം പറയുകയാണ് ഈ കേസ് കെട്ടിച്ചമച്ചത് തന്നെയാണ്. അദ്ദേഹത്തിനെ ജാമ്യത്തിലിറക്കാനുള്ള എല്ലാ പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. വരും ദിവസങ്ങളിൽ ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നും വക്കീൽ പങ്കുവയ്ക്കുകയാണ്. തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ട് എന്നും മകളടക്കമുള്ള അല്ലെങ്കിൽ ഭാര്യ അടക്കമുള്ള ആൾക്കാർ തന്നെയാണ് എന്നെ ബന്ധപ്പെട്ടത് എന്നും ഈ കേസുമായിട്ട് എന്ത് സഹായത്തിനും കുടുംബം നമ്മളെ ഫിലിപ്പ് മമ്പാടിനൊപ്പമുണ്ട് എന്ന് അവർ വ്യക്തമാക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന അദ്ദേഹത്തിൻ്റെ കുൽസിതങ്ങൾ, മറ്റേത് അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് ആത്യന്തികമായിട്ട് അവരുടെ കുടുംബത്തെ തന്നെ തകർക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഒഴിഞ്ഞു മാറി പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് കുടുംബം ഇപ്പോൾ ഇതിൽ പ്രതികരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും നമ്മൾ അദ്ദേഹത്തിനെ പിന്താങ്ങുകയോ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയോ അല്ല. കാരണം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണമെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരെതിരഭിപ്രായമില്ല. കാരണം അദ്ദേഹം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് അങ്ങേയറ്റത്തെ മോശകരമായ ഒരു കാര്യമാണ്. ഇനി എങ്ങാനും അദ്ദേഹം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഇതൊരു കുറ്റാരോപിതം മാത്രമാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ച് അദ്ദേഹത്തിന് കൊടുക്കാൻ ഒന്നും തന്നെ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ വീഡിയോ ചെയ്യുന്നതിനോട് ദയവായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ അദ്ദേഹത്തെ കുടുംബത്തെ വെറുതെ വിടുക. ഇനി മമ്പാടിനെക്കുറിച്ച് വീഡിയോ ചെയ്താലും അദ്ദേഹത്തെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞാലും അത് അദ്ദേഹത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കണം. അല്ലാതെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ മകളെയും എല്ലാം ഇതിലേക്ക് വലിച്ചേക്കുന്നത് ദയവായി ഇത് നിർത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയി വന്നവരെ നന്ദി, നമസ്കാരം.